ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് പറ്റി എന്റെ രാജുക്കുട്ടന്? അത് ശരി, അച്ഛനെ ഒറ്റയ്ക്ക് ചെന്ന് കണ്ട് മണിയടിക്കാൻ നോക്കി. മിനിസ്റ്റർ പ്രതാപവർമ്മ മൈൻഡ് ചെയ്തില്ല. ഋതു, അതെന്താന്ന് എനിക്കും മനസ്സിലാവാത്ത. ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദീപകിനെ വിരട്ടിയതുപോലെ എന്നെയും വിരട്ടിക്കൂടെ? എന്താ ഇത് രാജു? ദീപക് എന്ന ഫ്രോഡ് ആര്? രാജു ആര്? രാജുവിനോട് അച്ഛനുള്ളത് സ്നേഹ കൂടുതൽ കൊണ്ടുള്ള പിണക്ക്. സ്നേഹ കൂടുതൽ കൊണ്ടുള്ള പിണക്കോ? എനിക്ക് മനസ്സിലായില്ല. എന്നെ സ്നേഹിക്കണമെന്ന് മാത്രം വിചാരിക്കുന്ന ആളാ എന്റെ അച്ഛൻ. അപ്പോഴല്ലേ നമ്മൾ അമ്മയായിട്ട് നിൽക്കുന്ന വീഡിയോ കണ്ടത്? അമ്മയായിട്ടെടുത്ത അച്ഛനോടുള്ള സ്നേഹം കുറഞ്ഞു പോയില്ലേ? അതിന്റെ ഈഗോയാ. എന്നാലും സാർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ രാജു, ഒരർത്ഥത്തിൽ പറഞ്ഞ അച്ഛന് എന്നെക്കാൾ പ്രിയപ്പെട്ട ആളാണ് രാജു. മകൾ അമ്മയെ കാണാൻ പോയെങ്കിൽ പോട്ടെ, പ്രിയപ്പെട്ടവൻ എന്തിനു പോയിന്നാ അച്ഛന്റെ മനസ്സിലെ ചോദ്യം. ഇതൊന്നും മൈൻഡ് ചെയ്യരുതെന്ന എന്റെ അഭിപ്രായം. അച്ഛൻ അംബികമായി പറഞ്ഞതും വിശ്വസിച്ചിരിക്കട്ടെ. അച്ഛനമ്മയെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് എന്റെ അമ്മയെ വേണം, എന്റെ ഹസ്ബൻഡിനെ വേണം. അവരവരുടെ ലൈഫ് തൊലച്ചതുപോലെ നമുക്ക് തൊലയ്ക്കാൻ പറ്റില്ലല്ലോ. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അത് കണ്ണടച്ച് തുറക്കും മുൻപേ അങ്ങ് തീർന്നു പോവും. അത് ശരിയാ. ഞാൻ ഒതിപ്പിട ഓർത്ത്. ആ വലിയ താമസമില്ലാതെ അമ്മേ അമ്മയെന്ന് വിളിച്ച് ഈ പെണ്ണിന്റെ കൂടെ മറ്റൊരു അവകാശി കൂടി വരും. അപ്പൊ ഈ പാവപ്പെട്ടവനെ മൈൻഡ് ചെയ്യ പോലുമില്ല. അയ്യടാ, മറ്റൊരു അവകാശമൊന്നും വരാൻ പോകുന്നില്ല. പ്രസവിക്കാൻ ഞാൻ തയ്യാറുമല്ല. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അത് ദൈവം തരുന്നതല്ലേ? ദൈവം തരുന്നൊന്നുമല്ല, അതൊക്കെ മനുഷ്യര് പറയുന്ന ഓരോ തരികിടകളാ. എനിക്കും രാജുവിനും മറ്റവകാശികളൊന്നും വേണ്ട. നമുക്ക് രണ്ടുപേർക്കും നമ്മൾ മാത്രം മതി. അയ്യടാ, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. രാജു, അകലേ നോവിനാലേ